ഹായ്. ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ കാണാറുണ്ടല്ലേ? ടി വികളിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ഒരുപാട് അവരെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ റീൽസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നവരായിക്കോട്ടെ, സിനിമാ നടന്മാരായിക്കോട്ടെ, നടിമാരായിക്കോട്ടെ, എന്താ സംവിധായകർ, പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കാത്ത ഒരു ആൾക്കാരുണ്ട്. അത് സിനിമകളിൽ അല്ലെങ്കിൽ സീരിയലുകളിൽ സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാർ. അവരൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലായ ജാങ്കോ സ്പേസ് TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റണ്ട് ചെയ്യുന്ന ഒരാൾ, ഷിബു മുപ്പത്തടം എന്നാണ് ആളുടെ പേര്. പുലിമുരുകൻ സിനിമയിലൊക്കെ ഒരുപാട് സിനിമകളിലുണ്ട്, എന്നാലും എടുത്ത് പറയുന്ന പുലിമുരുകൻ സിനിമയിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ അയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് കമൻസുകളായിട്ട് വരുന്നുണ്ട്. കാരണം അത് കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരാളെ വിളിച്ചത് തന്നെ ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ളവർ വിളിക്കാറില്ല. സ്റ്റണ്ട് ചെയ്യുന്നവർ അധികമായിട്ടൊന്നും ഇൻ്റർവ്യൂകളിലൊന്നും വിളിക്കാറില്ല. അവർ സ്റ്റണ്ട് ചെയ്യുന്നു, വരുന്നു, പോകുന്നു, ആ ഒരു രീതിയാണ് സിനിമകളിലായാലും സീരിയലുകളായാലും. പക്ഷേ അവരാരെയും അധികമായിട്ട് ഫേസ് കാണിക്കാറുണ്ടോ അല്ലെങ്കിൽ അവരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അവരും സിനിമയിലെ ഒരു ഭാഗമാണ്. പക്ഷെ അവരെയൊക്കെ അത്ര അധികം വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല താനും. സിനിമയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരായാൽ പോലും അതിൽ അവർ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ടീമിന് വേണ്ടി. അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഓരോ സ്റ്റണ്ടുകളും കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. ചിലപ്പോൾ എത്രയോ സീനുകളിൽ ടൈമിങ് തെറ്റി എന്തുമാത്രം ഇടിയും അടിയും ഒക്കെ അവർക്ക് കൊണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം വളരെയധികം വേദനയാണ്. എന്ന് വെച്ചാൽ നായകന്മാരെക്കാളും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നത് ഇവരാണ്. കാരണം ഇവർക്ക് കിട്ടുന്ന ഒരു അടി ഇടി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയത് തന്നെയാണ്. ഇവളെ തന്നെ പറയുന്നുണ്ട്, ഒരു സ്റ്റണ്ട്, ഒരു പ്രജാപതി എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ എണീറ്റ് സ്റ്റണ്ട് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. പക്ഷെ അതിലപ്പോൾ ഞരമ്പ് തിരിഞ്ഞു പോയി, കാല് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അയാൾ ആ സ്റ്റണ്ട് ചെയ്തു. കാരണം അവിടെ കണ്ടിന്യൂറ്റി പ്രശ്നമുണ്ടല്ലോ. കാരണം മുൻപ് ചെയ്ത ഒരാൾ പിന്നെ അടുത്തില്ല എങ്കിൽ അത് മൊത്തത്തിൽ പിന്നെയും ഷൂട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെയും വേദന പിടിച്ച് നിർത്തി അയാൾ അഭിനയിച്ചതാണ്. അപ്പോൾ ഇവരൊക്കെയും വലിയ രീതിയിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് ഓരോ ആൾക്കാരെയും. നമ്മൾ മെയിനായിട്ട് എപ്പോഴും പറഞ്ഞു പോകുന്നത് നായകൻ്റെ കാര്യം, നായികയുടെ കാര്യം, അല്ലെങ്കിൽ കൂടെ അഭിനയിച്ചവരുടെ കാര്യം, അതൊക്കെ മാത്രമേ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇവരെ പോലുള്ളവരെ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അവരില്ലെങ്കിൽ സിനിമ പൂർണ്ണമാവില്ലല്ലോ. അടികൊള്ളാനും കൊടുക്കാനും കുറച്ച് പേര് വേണ്ടേ? എങ്കിൽ മാത്രമേ സിനിമ എന്ന് പറയുന്ന ഒരു മേഖല പൂർണ്ണമാകത്തുള്ളൂ. ആ ഒരു അഭിനേതാക്കളിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, വേറെ കൂടെ അഭിനയിക്കുന്ന നടന്മാർ ആര് വരുമ്പോഴാണ് സെറ്റ് ഒന്ന് നല്ല ഉന്മേഷപൂർണ്ണം. അപ്പോൾ അത് പറയുന്നുണ്ട്, അത് വേറെ ആരും, മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി വരുമ്പോഴാണ് നമ്മൾ സെറ്റ് പൂർണ്ണമായിട്ട് ഒന്ന് ഉണരുന്നത്. പിന്നെ ലാൽ സാറിൻ്റെ ഇവിടെയൊക്കെ സ്റ്റണ്ട് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ട്, മോനെ നീ എന്നെ ചവിട്ടിക്കോ, അല്ലെങ്കിൽ ഞാനാണോ നിന്നെ ചവിട്ടുക, അങ്ങനത്തെ രീതിക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. പിന്നെ ജയറാമിൻ്റെ കാര്യം പറയുന്നത്, കാരണം ആളുടെ കുറച്ച് ആൾക്കാരെ, അല്ലെങ്കിൽ ആൾ പറയുന്ന രീതിക്കൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ അദ്ദേഹം പിണങ്ങും. പിന്നെ അല്ലാതെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമിതമായിട്ട് ദേഷ്യം പറയും, അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കും, അങ്ങനെയൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പൊക്കെ ജയറാമൊക്കെ എയറിലായിരുന്നു. ഈ നടനടക്കം പറയുന്നുണ്ട്, സ്റ്റണ്ട് ചെയ്യുന്ന ഈ നടനടക്കം പറയുന്നുണ്ട് അയാളുടെ അമിത വിനയമാണ് അയാളെ കൊണ്ട് തളയ്ക്കുന്നതെന്ന്. അത് പലപ്പോഴും തോന്നുന്നുണ്ട്, ഓവറായിട്ട് നമ്മൾ വിനയം കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചാൻസ് കിട്ടും. നമ്മൾ നല്ല രീതിയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അത് മലയാളം അല്ല, തമിഴല്ല, തെലുങ്കല്ല, ഏത് ഭാഷയിൽ നിന്ന് വേണമെങ്കിലും നമ്മുടെ അഭിനയം നല്ലതാണെങ്കിൽ നമ്മൾ ആൾക്കാർ വിളിക്കും. അതല്ലാതെ ഓരോ ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാൻ ഭയങ്കര എളിമത്തമുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പാവമാണ്, ആ ഒരു രീതിക്ക് നമുക്ക് പേര് വാങ്ങിയെടുക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് ഒരു വിഷമം തോന്നിയത്, ഇതിൽ ചിത്രത്തിൻ്റെ പേരൊന്നും അദ്ദേഹം പറഞ്ഞു പോയിട്ടില്ല. ഒരു സിനിമയുടെ വർക്കിന് വേണ്ടി വന്നപ്പോഴത്തേക്കും രണ്ട് സ്ത്രീകൾ അഭിനയിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ
അവരെ നല്ലൊരു വേഷം കിട്ടാം, അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ കൊടുക്കാം, നല്ല പ്രതിഫലം തരാം എന്ന് പറഞ്ഞ് രണ്ടുപേരെ അഭിനയിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർ അഭിനയം കഴിഞ്ഞ് പോയി, അതിനുശേഷം ഇയാളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ചേട്ടാ ആ പടം റിലീസാവോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇയാൾ റിലീസാവും, അവർ കൂടെ അഭിനയിച്ച സിനിമയാണ്, ആ റിലീസാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് ആ സിനിമ റിലീസാവില്ല, നമ്മുടെ കണ്ണീര് അല്ലെങ്കിൽ നമ്മുടെ ഒരു പൈസ പോലും തരാതെ നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ മോശപ്പെടുത്തിയ ഒരു സിനിമയാണ്, ഞങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ തരാമെന്ന് പറഞ്ഞു, അത് തന്നില്ല, നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു, അതും തന്നില്ല. പക്ഷേ നമ്മളെ ഉപയോഗിച്ചു, അവരെ ഉപയോഗിച്ചു, യൂസ് ചെയ്തു, അതിനുപോലും എന്താ വളരെ മോശമായിട്ടുള്ള തരത്തിൽ അവരുപയോഗിച്ചു എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. കാരണം ഈ കാര്യങ്ങൾ പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല, അതിൻ്റെ ഡയറക്ടർ അറിഞ്ഞിട്ടില്ല, കൂടെ നിൽക്കുന്ന അഭിനേതാക്കൾ ആരും അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ഇവരെ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതിൻ്റെ പിന്നിലോട്ട് വരുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഈ കുറച്ച് ആൾക്കാർ സിനിമാ മേഖലയെ തന്നെ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഇവരുടെ പ്രവൃത്തികളൊക്കെ. നമുക്ക് ഒന്നിലെ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ആ പ്രൊഡ്യൂസറായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ടോ എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് ആരെയും വിശ്വസിച്ച് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരൊക്കെയും പറയുന്നതല്ല കംപ്ലൈൻറ്റുമായിട്ട് പോകാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ, കാരണം അവർക്കൊരു ഫാമിലി ഉണ്ട്, കാരണം നാണക്കേടാണ്, പിന്നെ അടുത്ത് നാണക്കേടാണ്, നമുക്കൊരു പൈസ കിട്ടും, നമുക്കൊരു സിനിമയിൽ ചാൻസ് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അവരെന്തിനും കോംപ്രമൈസ് ചെയ്ത് അഭിനയിക്കാനായിട്ട് വരുന്നവരാണ്. അപ്പോൾ അവരെ വെറുതെ ഉപയോഗിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതും ഈ സിനിമയുടെ മെയിനായിട്ട് നിൽക്കുന്ന ആരും ഇത് അറിഞ്ഞിട്ടുമില്ല, ഇതിൻ്റെ പിന്നിലാണ്. പക്ഷേ ആ ചീത്തപ്പേര് മൊത്തവും ആ സിനിമ ചെയ്ത അവരുടെ മൊത്തം തലയിലേക്കാണ് വരുന്നത്. അവരൊരു കംപ്ലൈൻറ്റുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ ഒരു സിനിമ ഇങ്ങനെയാണ്, എന്നിട്ട് അവർക്ക് നീതി കിട്ടുമോ? അതും കിട്ടത്തില്ല. ചുമ്മാ അതൊരു ചർച്ചാ വിഷയമാവും. പിന്നെ അന്ന് അല്ലെങ്കിൽ ഒരു 2 ദിവസം വാർത്തകളിൽ അത് നിറഞ്ഞു നിൽക്കും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അവർ പരാതിയായിട്ട് പോയിട്ട് എന്ത് കാര്യം? പക്ഷേ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്നവർ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴും. കാരണം ഒന്നിലെ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇവർ തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കാസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വരാം. എന്നുവെച്ചാൽ നമുക്ക് മറ്റാരെയും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു സേഫ് നമ്മൾ നോക്കണം. കാരണം നമ്മളെന്തിനും ഓക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും ഇല്ലാതിരുന്നാൽ പിന്നെ എന്തിനാണ് നമ്മൾ പോകുന്നത്? അതുകൊണ്ട് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഭിനയിക്കാനായിട്ട് വരും. ഇപ്പോൾ അഭിനയിക്കാൻ വരുന്നതിന് ആർക്കും ഒരു തടസ്സമൊന്നുമില്ല. കാരണം ഇപ്പോൾ 1-2 റീലുകൾ ചെയ്തവർ തന്നെയാണ് ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയാണ്, അവർ തന്നെ സിനിമയിലേക്ക് വരികയാണ്. ഈ ആൾ തന്നെ പറയുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ജനറേഷന് സിനിമ അവർക്കൊരു ഈസി പോലെയാണ്. കാരണം ഇവരൊക്കെ വന്ന സമയത്ത് ഭയങ്കര അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, വളരെയധികം വേദനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറകൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. പിന്നെ ബഹുമാനം കുറവുണ്ട്. കാരണം പണ്ടൊക്കെ ഡയറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെയും അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അവർക്കൊരു പേടിയില്ല, ബഹുമാനം ഇല്ല, അവർക്കുണ്ടോ സീനുണ്ടോ അല്ലെങ്കിൽ സീനില്ല, ആ തരത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് അതും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ബഹുമാനം കൊടുക്കേണ്ടടുത്ത് ബഹുമാനം കൊടുക്കുക. കാരണം നമ്മൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ തിരിച്ചും നമ്മളെ ഒരാൾ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ. നമ്മൾ ഒരാളെ കളിച്ച് ചിരിച്ചു നിന്ന് നമ്മളും അതുപോലെയാണ് എന്ന രീതിക്ക് തോന്നും. ഫ്രണ്ട്സും ഫ്രണ്ട്ലി ഒക്കെയും ആവാം. പക്ഷേ നമ്മുടെ ഇമേജും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമ്മളെ കാണുന്നവരും നമ്മളെ ഒരു റെസ്പെക്റ്റ് തരത്തുള്ളൂ. ആ ഒരു രീതിയിൽ നമ്മളെല്ലാവരും ചിന്തിക്കുക. അപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് ഇനി എടുക്കുക. കാരണം സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ, ഇപ്പോൾ മുന്നിലുള്ളവരെ, അഭിനയിക്കുന്നവരെ മിക്കവരും അറിയും. പക്ഷേ ഈ സ്റ്റണ്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ക്യാമറ സൈഡ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യുന്നവരെ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരെയും അറിയത്തില്ല. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെയും പുറത്തു കൊണ്ടുവരുന്ന അവർക്കും ഒരു സന്തോഷമാണ്. കാരണം അവർ ഇത്രയും വർഷം സിനിമയിലൊക്കെ നിൽക്കുന്നവരാണ്. അവരുടെ ഫാമിലി ആഗ്രഹിക്കുന്നില്ല, അല്ലോ എൻ്റെ അച്ഛനെ പറ്റി അറിയണം, അല്ലെ എൻ്റെ ഭർത്താവിനെ പറ്റി അറിയണം, എൻ്റെ ഭാര്യയെ പറ്റി അറിയണം, അങ്ങനെയൊക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മെയിനായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സിനിമകളിൽ നമ്മൾ അത്രയും ആഴത്തിലേക്ക് നമ്മൾ നോക്കാറില്ല. അപ്പോൾ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നമ്മൾ ഇതുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ
ഇതുപോലുള്ള ഇൻ്റർവ്യൂസൊക്കെ ഇനിയും വരട്ടെ. കുറച്ച് പേരൊക്കെ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇയാൾ പറയുന്നതൊന്നും മനസ്സിലാവും. ശ്രദ്ധിച്ച് കേട്ടാൽ മലയാളമാണ് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ എല്ലാം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണൂ. ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ആ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്.